കനത്ത മഴയിൽ തോട് കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഏക്കർ കണക്കിന് കൃഷി വെള്ളത്തിലായി. വെള്ളിനേഴി ഞാളാക്കുറിശി പാടശേഖരത്തിലാണ് മുണ്ടുപാലം തോട് കരകവിഞ്ഞ് വൻ കൃഷിനാശം ഉണ്ടായത്. പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് ചേനകൃഷിയും കുലച്ച വാഴകൃഷിയുമാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. തോടിന്റെ സംരക്ഷണ ഭിത്തി ഉയർത്തിക്കെട്ടി കൃഷിയിടങ്ങളെയും കർഷകരെയും സംരക്ഷിക്കണമെന്ന് നിരന്തരം പഞ്ചായത്ത് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് CPI ലോക്കൽ സെക്രട്ടറി കെ ഹരിദാസും പാടശേഖര സമിതി സെക്രട്ടറി വി രാധാകൃഷ്ണനും ആരോപിച്ചു. വാഴയിലും വെള്ള ചേനയിലും വെള്ള ഇടവിള കൃഷി ചെയ്യുമ്പോൾ പിന്നെ രണ്ടാമത് വിള നെൽകൃഷിയാണ് ചെയ്യുന്നത്. ഇതിനിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടാണ് ഈ കൃഷി ചെയ്തത്. അതിങ്ങനെ നാശം വന്നിട്ട് സംഭവിച്ച എല്ലാ കർഷകരും വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് പല പ്രാവശ്യം ഈ കാര്യങ്ങൾ ഉന്നയിക്കണം. റോഡിന്റെ ഭിത്തി കോൺക്രീറ്റ് ചെയ്തിട്ട് ഉയർത്തിയാലാണ് ഈ വെള്ളം റോട്ടിൽ നിന്ന് മറിയാതിരിക്കുള്ളൂ. ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ കാര്യങ്ങളോ കൃഷി ഭവനിലും കാര്യങ്ങളൊക്കെ എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നത് ഇത് പല പ്രാവശ്യം കണ്ടതുമാണ്. ഇതിനൊരു നിവാരണം ഇതുവരേക്കും ഉണ്ടായില്ല. അതിന് നല്ലൊരു നിവാരണം ആക്കി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കണം. ഇവിടുത്തെ കർഷകരുടെ അഭിപ്രായം വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്വന്തം കാര്യം അല്ല, ഇത് പൊതുകാര്യമല്ലേ. പൊതുകാര്യം അപ്പോൾ ഇവിടെ ചേന നട്ടുണ്ട് വട്ടത്ത് രാധാകൃഷ്ണൻ. അയാളിപ്പോൾ പാടശേഖരത്തിൻ്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പറ്റ മൂടിയിട്ടാക്കുക. അതിപ്പോൾ ഇനി പറിക്കാണ്ടാവുക എന്നുള്ള കാര്യം അറിയില്ല. അതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് അവസ്ഥ. വാഴയൊക്കെ ഒടിഞ്ഞിട്ട് കിടക്കുന്നത്. എൻ്റെ 2-3 വാഴകൾ ഒടിഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ ശരിക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് പഞ്ചായത്ത് ഭരണസമിതി സർക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാവണമെന്ന് CPI വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റി വളരെ ഗൗരവപൂർവ്വം ആവശ്യപ്പെടുകയാണ്. CCN ചത്തല്ലൂർ.